മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. തൻ്റെ അച്ഛൻ്റെ കൂടെയുള്ള നല്ല നിമിഷങ്ങളെല്ലാം ഓർത്തെടുക്കാൻ പൂജാരി കണ്ണനോടായിട്ട് പറയുന്നു. അതുപ്രകാരം കണ്ണൻ തൻ്റെ അച്ഛൻ്റെ കൂടെയുള്ള നല്ല നിമിഷങ്ങൾ വളരെ സങ്കടത്തോടുകൂടി തന്നെ ആലോചിക്കുകയാണ്. ഇനി ഈ പൂജ കഴിഞ്ഞാൽ ഏറ്റവും ഇഷ്ടമുള്ള ആ മകൻ്റെ അടുത്ത് പോലും ഇനി അച്ഛൻ വരില്ല എന്ന് പൂജാരി പറയുന്നത് കേട്ട് കണ്ണൻ ആകെ സങ്കടപ്പെടുകയാണ്. മാർക്കോ ഇതുവരെ വന്നില്ലല്ലോ എന്നും കണ്ണൻ വിചാരിക്കുന്നുണ്ട്. അതേസമയം മാർക്കോ അങ്ങോട്ട് വരുന്നു. ഇത് കണ്ട് മറ്റുള്ളവരെല്ലാം അത്ഭുതപ്പെട്ടുകൊണ്ട് തന്നെ നിൽക്കുകയാണ്. ഇവൻ എന്തിനാണ് ഇപ്പം ഇങ്ങോട്ട് വന്നതെന്ന് വിചാരിച്ചുകൊണ്ട് മാർക്കോനെ കണ്ടതും പൂജാരി പറയുന്നുണ്ട്, പ്രേതത്തിൻ്റെ അടുത്ത ആളാണല്ലോ ഈ വന്നിരിക്കുന്നതെന്ന്. ഇത് കേട്ട് എല്ലാവരും ആകെ ഞെട്ടിപ്പോവുകയാണ്. മാർക്കോനെ കാണുന്നതും കണ്ണന് വളരെ ആശ്വാസമാകുകയാണ്. പിന്നീട് മാർക്കോ ആ കളങ്ങളെല്ലാം മായ്ച്ച് ആ പൂജാരിയെ അവിടെ നിന്ന് മാട്ടി പായിക്കുന്നുണ്ട്. എല്ലാവരോടും മാർക്കോ പറയുന്നുണ്ട്, മഹാലക്ഷ്മി പറഞ്ഞിട്ടാണ് ഞാൻ വന്നത്. ഇതുപോലെയുള്ള പൂജകൾ നടത്താൻ മഹാലക്ഷ്മിക്ക് കൂടി അവകാശമുള്ള ഈ വീട്ടിൽ നടക്കില്ല എന്നും ഇനി അത് ധിക്കരിച്ച് ചെയ്യാനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ അതിന് നല്ല തിരിച്ചടി ഓരോരുത്തർക്കായി കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് മാർക്കോ അവിടെ നിന്നും പോകുന്നു. പക്ഷേ ഉണ്ണിക്ക് ഇതെല്ലാം കണ്ടിട്ട് ആകെ ഒരു സംശയം ഉണ്ടാകുകയാണ്. അങ്ങനെ ഉണ്ണി മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇത് നടക്കുന്നത് എങ്ങനെയാണ് അവൾ അറിഞ്ഞതെന്നെല്ലാം ചോദിക്കുന്നുണ്ട് കണ്ണനോട്. പക്ഷേ കണ്ണനാണെങ്കിൽ ഇതൊന്നും പറയാൻ പറ്റാതെ തന്നെ നിൽക്കുകയാണ്. അങ്ങനെ ഉണ്ണി വളരെ സംശയത്തോടുകൂടി തന്നെ ഇതിൻ്റെ പിറകെ പോകാനായിട്ട് തീരുമാനിക്കുകയാണ്. പിന്നീട് ദുർഗയോടായിട്ട് കരുണ ചോദിക്കുന്നുണ്ട്, എന്നാലും എങ്ങനെയാണ് അമ്മേ അവൻ ഈ കറക്റ്റ് സമയത്ത് ഇവിടെ വന്നത്, ആരാണ് അവനിതെല്ലാം നിർദ്ദേശം കൊടുക്കുന്നതെന്നെല്ലാം ചോദിക്കുമ്പോൾ പ്രേതവും പിശാചുമെല്ലാം അവൻ്റെ ശരീരത്തിലുണ്ട് മോളെ, അതുകൊണ്ടാണല്ലോ അവനിക്ക് ഇങ്ങനെയെല്ലാം തിരിച്ചറിയാനെല്ലാം പറ്റുന്നതെന്ന് ദുർഗ പറയുന്നത് കേൾക്കുമ്പോൾ കരുണയാണെങ്കിൽ ആകെ ഒന്ന് ഞെട്ടിപ്പോകുന്നുണ്ട്. അതേസമയം കണ്ണനോടായിട്ടും ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ ആരായിരിക്കുമെന്നാലും ഇവൾക്ക് ഇതെല്ലാം പറഞ്ഞു കൊടുക്കുന്നതെന്ന്. കണ്ണനോട് ചെറിയ സംശയം ദുർഗ ചോദിക്കുമ്പോൾ അവൻ ഈ കൃത്യസമയത്ത് എങ്ങനെ വന്നെന്നാണ് ഞാൻ ആലോചിക്കുന്നതെന്നെല്ലാം കണ്ണൻ പറയുന്നത് കേട്ട് ദുർഗ പറയുന്നുണ്ട്, അവളായിരിക്കും അവനിക്ക് നിർദ്ദേശങ്ങളെല്ലാം കൊടുക്കുന്നത്, അവളാണെന്ന് അവൻ പറഞ്ഞല്ലോ എന്നെല്ലാം ദുർഗ പറയുന്നുണ്ട്. ഇത് കേട്ട് എല്ലാവരും ഒന്ന് ഞെട്ടിപ്പോകുന്നു. മഹാലക്ഷ്മിക്കും എന്തോ ഒരു കഴിവുള്ളത് കൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന് അവർ വിചാരിക്കുന്നുണ്ട്. പിന്നീട് വളരെ സംശയത്തോടുകൂടി തന്നെ ഉണ്ണിയാണെങ്കിൽ കണ്ണൻ്റെ മുറിയിലോട്ട് ചെല്ലുന്നുണ്ട്. അങ്ങനെ കണ്ണൻ കുളിക്കാൻ കയറിയ സമയത്ത് കണ്ണൻ്റെ ഫോണാണെങ്കിൽ കട്ടിലിൽ ഇരിക്കുന്നത് കണ്ട് അതെടുത്ത് ഉണ്ണി പരിശോധിക്കുന്നു. അങ്ങനെ എന്തെങ്കിലും ചാറ്റിങ്ങും മെസ്സേജും മഹാലക്ഷ്മിക്ക് അയച്ചിട്ടുണ്ടോ ഇല്ലേ എന്നെല്ലാം ഉണ്ണി നോക്കുന്നുണ്ട്. അങ്ങനെ ഉണ്ണി നോക്കുന്ന സമയത്ത് മഹേഷ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരാളുടെ പേരാണെങ്കിൽ അടിച്ചു വെച്ചിരിക്കുന്നത് കണ്ട് ഉണ്ണിക്ക് ചെറിയ സംശയമുണ്ട്. മഹേഷ് എന്ന് പറഞ്ഞൊരാൾ ഏട്ടനില്ലല്ലോ, അത് മഹാലക്ഷ്മി ആകാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ ഉണ്ണി അങ്ങനെ സംശയിക്കുകയാണ്. ഇതൊരു പിടിയും കിട്ടുന്നില്ലല്ലോ, എന്താണെങ്കിലും എന്തോ എല്ലാം ഇയാൾ നമ്മളിൽ നിന്നും മറയ്ക്കുന്നുണ്ടെന്ന് തന്നെ ഉണ്ണിക്ക് മനസ്സിലാകുകയാണ്. പിന്നീട് ലേഖയാണെങ്കിൽ മഹാലക്ഷ്മിയോടായിട്ട് പറയുന്നുണ്ട്, ഒരാളാണെങ്കിൽ വെടികൊണ്ട പന്നിയെ പോലെ തന്നെ നടക്കുകയാണ്. ഇപ്പോൾ ജോലിയും കൂലിയും ഒന്നും ഇല്ലാത്തത് കൊണ്ട് അവന് അപ്പടി സംശയങ്ങളും കാര്യങ്ങളും എല്ലാമായിട്ട് നിങ്ങളുടെ പിറകെ തന്നെ ഉണ്ടെന്നും നിങ്ങളിതെല്ലാം സൂക്ഷിക്കണമെന്നെല്ലാം മഹാലക്ഷ്മിയോടായിട്ട് പറയുന്നു. ഇനി മേഘനയല്ല സൂക്ഷിക്കേണ്ടതെന്നും നിങ്ങളുടെ കുടുംബത്തിലെ ഏറ്റവും വലിയ വിഷവത്ത് ഉണ്ണി തന്നെയാണെന്നെല്ലാം മഹാലക്ഷ്മിയോടായിട്ട് ലേഖ പറയുന്നുണ്ട്. അതേസമയം മഹാലക്ഷ്മി പറയുന്നുണ്ട്, ഇനി എന്താണ് ലേഖ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അതെല്ലാം നിങ്ങൾ രണ്ടുപേരും കൂടെ തീരുമാനിച്ചിട്ട് എന്താണെങ്കിൽ ചെയ്യണം, അല്ലെങ്കിൽ ഉണ്ണി ഇതിൻ്റെ പിറകെ നടന്ന് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും കണ്ടുപിടിക്കും. അതുകൊണ്ട് ഇനി തോമസ് സാറിൻ്റെ വീട്ടിലോട്ട് പോകുന്ന കാര്യങ്ങൾ പോലും വളരെ സൂക്ഷിച്ച് തന്നെ വേണം ചെയ്യാൻ, അതും ഉണ്ണിയുടെ നിരീക്ഷണത്തിൽ തന്നെ ആയിരിക്കുമെന്നെല്ലാം പറയുന്നുണ്ട്. ഇത് കേട്ട് മഹാലക്ഷ്മി ഒന്ന് ഭയക്കുന്നുണ്ട്. കാരണം കണ്ണേട്ടൻ്റെ കൂടെയുള്ള ജീവിതം ഇനി അങ്ങോട്ട് നടക്കില്ല എന്നുള്ള ഒരു സംശയം പോലും മഹാലക്ഷ്മിക്ക് ഉണ്ടാകുന്നു. അങ്ങനെ കണ്ണൻ്റെ ഫോൺ പരിശോധിക്കുന്നതിനിടയിൽ മഹേഷ് എന്ന് പറഞ്ഞ ഒരാളെ എല്ലാ ദിവസവും രാത്രി വിളിക്കുന്നതായിട്ടും എല്ലാം ഉണ്ണിയാണെങ്കിൽ കണ്ടുപിടിക്കുന്നുണ്ട്. ഇതേസമയം ഇത് മഹാലക്ഷ്മി ആയിക്കൂടെ, ഇതെല്ലാം കണ്ണേട്ടൻ്റെ ട്രിക്കുകളാണെന്നുള്ള കാര്യത്തിൽ ഉണ്ണിക്ക് നല്ലയേറെ സംശയം ഉണ്ടാകുകയാണ്. അങ്ങനെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു എപ്പിസോഡുകളാണ് ഇനി വരാനിരിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം.